പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രിയങ്ക വാക്കുപാലിക്കുകയാണ്. ആ മണ്ഡലത്തിൽ ആരോട് ചോദിച്ചാലും BJP പറയുന്നത് കള്ളമാണ് എന്നും പ്രിയങ്കയാണ് ഞങ്ങളുടെ നേതാവ് എന്നുമാണ് റായ്ബറേലിക്കാർ പറയുന്നത്. എന്തായാലും ചൂട് പോലും വകവെക്കാതെ പറന്നു നടന്ന് പ്രിയങ്ക പ്രചാരണം നടത്തുകയുമാണ്. ഞങ്ങൾ കാത്തിരുന്ന നേതാവ് സ്ഥാനാർത്ഥിയെ എത്താത്തതിലുള്ള വിഷമം റായ്ബറേലിക്കാർ പങ്കുവെക്കുമ്പോൾ തന്നെ അമ്മയും മക്കളുമടക്കം ഈ മണ്ഡലത്തിൽ ഗാന്ധി കുടുംബം തരംഗം തീർക്കും. ഇവിടെ താരം പ്രിയങ്ക തന്നെയാണ്. നുക്കട്ട് സഭ അഥവാ ഗ്രാമങ്ങളിലെ ചെറു യോഗങ്ങളാണ് കോൺഗ്രസിന്റെ പ്രധാന പ്രചാരണ വേദികൾ. വയനാടിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ റായ്ബറേലിയിൽ വിജയിക്കുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. കുടുംബാധിപത്യത്തിന്റെ പേരും പറഞ്ഞ് രാഹുലിനെയും പ്രിയങ്കയെയും പൂട്ടാൻ BJP പല വഴി ശ്രമിച്ചു. അമേഠിയിലേക്ക് രാഹുലിനെ ഇറക്കി റായ്ബറേലിയിൽ പ്രിയങ്കയെയും കൊണ്ടുവന്നാൽ കാര്യങ്ങൾ ഗാന്ധി കുടുംബം മാത്രമേ ഉള്ളൂ പാർലമെന്റിൽ എന്ന് വരുത്തി തീർക്കാൻ തുടങ്ങിയിരുന്നിടത്ത് നിന്നാണ് റായ്ബറേലി വേണ്ടാന്ന് വെച്ച് പ്രിയങ്ക പിന്മാറുകയും സസ്പെൻസുകൾ പൊട്ടിച്ചുകൊണ്ട് അമ്മയുടെ ഉപദേശപ്രകാരം രാഹുൽ അമേഠിയിൽ നിന്ന് പടിയിറങ്ങിയതും റായ്ബറേലിയിലേക്ക് പിന്നീടെത്തിയതും. ഇവിടെ വയനാടിനെ പറ്റിച്ചു എന്ന് വീണ്ടും BJP അടുത്ത ഗോസിപ്പ് ഇറക്കുമ്പോൾ വയനാട്ടുകാർ വരെ റായ്ബറേലിയിലെത്തി പ്രചാരണം കൊഴുപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പ്രിയങ്ക റായ്ബറേലിയുടെ മുഴുവൻ ചുമതലകളും അങ്ങ് വഹിച്ചു തുടങ്ങി. റായ്ബറേലിയിലേക്ക് താമസം വരെ മാറ്റുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടതും. കൂടാതെ ഈ പ്രചാരണത്തിൽ 100 ഗ്രാമങ്ങൾ സന്ദർശിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുകയാണ് അവർ ചെയ്തത്. പ്രചാരണത്തിന് പ്രിയങ്ക എത്തില്ല എന്ന സംശയവും നിരാശയും റായ്ബറേലിക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് ഗ്രാമങ്ങൾ തോറും നടന്ന് തെരഞ്ഞെടുപ്പ് വേദി തന്നെ ഗ്രാമങ്ങളാക്കി മാറ്റിക്കൊണ്ട് പ്രിയങ്ക എത്തുന്നത്. അതാണ് പ്രിയങ്ക വാക്കുപാലിച്ചു എന്ന് പറയാൻ കാരണം. എന്തായാലും പറന്നു നടന്ന് പ്രചാരണം കൊഴുപ്പിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. इस चुनाव में मेरे बड़े भाई राहुल जी आपके प्रत्याशी है कांग्रेस पार्टी से। माता जी ने 20 सालों से आपकी सेवा की। आप सब खुद जानते हैं कि यहाँ क्षेत्र की तरक्की उनके कार्यकाल में कितनी हुई।